അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എല്ലാവർക്കും നാളത്തെ ജ്ഞാനസ്ഥാന തിരുനാളിന്റെ ആശംസകൾ നേരുന്നു. നാളെ നമ്മുടെ ഇടവകയിൽ നിന്നും രൂപതാ തലം സഭ വിജ്ഞാന പരീക്ഷയ്ക്ക് പോകുന്ന മിടുക്കരായ നമ്മളുടെ ഷാലി ടീച്ചർക്കും ഷിൻഡ സിസ്റ്ററിനും വിജയാശംസകൾ നേർന്നു. അങ്ങനെ 2024 വിട പറഞ്ഞ് 2025 നാം കടന്നിരിക്കുന്നു. സ്നേഹവും സമാധാനവും നന്മയും നിറഞ്ഞ നാളുകൾ ഈ പുതുവർഷം നമുക്ക് സമ്മാനിക്കട്ടെ. അതെ അതെ, പുതിയ ദിനം, പുതിയ വർഷം, പുതിയ തുടക്കം. കഴിഞ്ഞ ഒരാഴ്ച ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാക്കി മാറ്റി നമ്മുടെ ഇടവക. അതെ, ബെത്ലഹേം 2024 എത്ര ഭംഗിയായിരുന്നു. പള്ളിയുടെ ചുറ്റുമുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്, എത്ര ആളുകളാണ് കാണാനെത്തിയത്. മാത്രമല്ല 7 മണി മുതൽ 10 മണി വരെ ഒരാഴ്ച നീണ്ടുനിന്ന പ്രോഗ്രാംസ് വളരെ നന്നായിരുന്നു. ഞാനും വന്നിരുന്നു. മാത്രമല്ല കലാപരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. സ്കൂൾ തുറന്ന് ക്ലാസ്സിലെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ പല്ല് കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്ന്. എന്നോടും പറഞ്ഞു വീടിന്റെ അടുത്തുള്ള ആന്റിമാരും കൂട്ടുകാരും. പുതുവർഷത്തിൽ നീ പാതിരി കുർബാനയ്ക്ക് വന്നു. അന്ന് ജോഷിയച്ചൻ പറഞ്ഞ പ്രസംഗം എന്നെ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തയാക്കി. ആണോ? ഞാനന്ന് വന്നില്ല. നീ എനിക്ക് പറഞ്ഞു തരോ? ഡോൺ ബോസ്കോ പുണ്യവാളൻ ഒരു സ്വപ്നം കണ്ടു. ഒരു കടലിൽ ഒരു കപ്പൽ. അതിൽ മാർപ്പാപ്പയും മെത്രാന്മാരും വൈദികരും സന്യാസ്തരും ആത്മാരും ഇരിക്കുന്നു. അപ്പോൾ കാറ്റും കോളും വന്നു. കപ്പൽ ആടുകയായിരുന്നു. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശു ഡോൺ ബോസ്കോ പുണ്യവാളനോട് പറഞ്ഞു, കടലിന്റെ നടുവിൽ തൂണുകൾ കാണാം. കപ്പൽ അതിൽ പിടിച്ചു കെട്ടുക എന്ന്. ഡോൺ ബോസ്കോ നോക്കിയപ്പോൾ 2 തൂണുകൾ. ഒന്ന് പരിശുദ്ധ കുർബാനയും മറ്റൊന്ന് മാതാവ് ജപമാല പിടിച്ചു നിൽക്കുന്നതും. ഇത് കേട്ടപ്പോൾ എനിക്കും പുതിയ തീരുമാനമെടുക്കാൻ തുടങ്ങി. ഈ പുതുവർഷം തൊട്ട് എല്ലാ ദിവസവും കുർബാന കാണുകയും ഒരു ദിവസം ഒരു ജപമാല ചൊല്ലുകയും ചെയ്യും. നാളത്തെ ദിവ്യബലിയിലെ സുവിശേഷ ഭാഗങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. മാത്രമല്ല പ്രതിവചന സങ്കീർത്തനങ്ങൾ എല്ലാവരും ഉറക്കെ ചെല്ലുകയും വേണം. അടുത്ത ആഴ്ച ആന്റോണിയ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.